വേല് കളഞ്ഞു പോയി പിന്നെ സ്ഥലം വെറുതെ അല്ലോ. എന്നെ നോക്കണ്ട അമ്മ, ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ. അമ്മ വിളിച്ച വ്രതത്തിന് മുരുകൻ അത് നടപടി എടുത്തിരിക്കും. എത്ര പ്രശ്നം വന്നോട്ടെ, വളയും ഒടിയില്ല, ഇവിടം വരെ വെള്ളം വന്നോട്ടെ, പക്ഷേ മുങ്ങില്ല, ശ്വാസം മുട്ടി മരിക്കില്ല. ദൈവത്തെ കാണാൻ പറ്റില്ല, പക്ഷെ എന്നെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആണ് അമ്മ പറയണത്. ദൈവത്തെ പോലെ കാണണം. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ മുരുകനെ അവിടെ വിളിച്ചു വരുത്തി, ആ വീട്ടിൽ വിളിച്ചു വരുത്തി പഞ്ചാമൃതം ഒക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്ത് വിടണം. ഹി വിൽ ലുക്ക് ആഫ്റ്റർ. ഒരു സംശയം വേണ്ട. വെറ്റില വെച്ച് അതിൻ്റെ ഉള്ളിൽ ചൊവ്വാഴ്ച വെറ്റില വെക്കാൻ മുരുകന് ഭയങ്കര പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലതാണ്. 6 വെറ്റില വെക്കുക, അതിൻ്റെ ഇടയിൽ നെയ് വിളക്ക് വെച്ചിട്ട് 6 ഷഷ്ടി കറക്റ്റായിട്ട് നമ്മളവിടെ വന്ന് ചെയ്യണവർക്കൊക്കെ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ ഒരു വലിയൊരു അമ്പലമായിട്ട് അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ ഇതൊരു കമ്മിറ്റി കൂടിയിട്ട് കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ചു. കമ്മിറ്റിക്കാർ നോക്കിയപ്പോൾ എന്താ, സ്ഥലത്തിന് നല്ല വിലയുണ്ട്. ഈ വേല ഇവിടെ ഇരുന്നിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവരെന്ത് ചെയ്തു, അമ്പലം പുതുക്കി പണിയാനെന്നുള്ള രീതിയിൽ ഇവർ ഈ വേലൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ട് ഒരു ചായ്പ പോലെ വെച്ചിട്ട് അതിൽ വെച്ചു. ആർക്കെങ്കിലും വേണി എടുത്തുകൊണ്ട് പോയിക്കോട്ടെ എന്നുള്ള രീതി. അപ്പം പിന്നെ വേല് കളഞ്ഞു പോയി പിന്നെ സ്ഥലം വെറുതെ അല്ലോ. ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മളുടെ സംഭവം എത്തി. ഇപ്പം ആ കൂട്ടത്തിലുള്ള എല്ലാവരും ഒരു കാരണവശാലും അടുക്കുന്നില്ല, അമ്പിനും വില്ലിനും നടക്കുന്നില്ല. ഇവർ പലതും തട്ടാൻ പറയും. പക്ഷെ ഞങ്ങൾ ഷഷ്ടിക്ക് പോകുന്നിടത്ത് എല്ലാവരും കൂടി അമ്പലത്തിൽ കയറി കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എത്ര ചിലവുണ്ടോ ആ ചിലവ് ഞങ്ങൾ തരാം, വേലവിടെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെ അകത്ത് പ്രതിഷ്ഠിപ്പിച്ച് അതിനുള്ള അഭിഷേകങ്ങളൊക്കെ നടത്തി വരേണ്ട ഒരു ചടങ്ങ് കൂടി ഇതിൻ്റെ ഇടയിൽ നടന്നു. അതായത് ഒരു അമ്പലം ഉണ്ടായിരുന്നു. പക്ഷെ അതെന്താ വെച്ചാൽ നോക്കിയപ്പോൾ ഇവർക്ക് കമ്മിറ്റിക്കാരായിട്ട് നിൽക്കുന്ന 3 പേരാ. അവർക്ക് ഇതിനുള്ള വിശ്വാസമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ വന്ന് പെട്ടതാ. അത് വിറ്റ് കാശാക്കി പോയ സ്ഥലം. പക്ഷെ ഇപ്പോൾ രണ്ടാമത് അവിടുത്തെ സുനിൽ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ആൾക്കാരൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി. കഴിഞ്ഞ പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് സ്കന്ദ ഷഷ്ടിക്ക് അഭിഷേകങ്ങളൊക്കെ നടന്ന് നല്ല രീതിയിൽ പോയി. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മളെ കൊണ്ട് നിമിത്തങ്ങളായിട്ട് മാറണം. അപ്പോൾ അതിൻ്റെ അത് വെച്ചിട്ട് എല്ലാം പെർഫെക്റ്റ്, ചില കാര്യങ്ങൾ ഇടുമ്പോൾ സമയത്ത് സെറ്റ് ബാക്സ് നമുക്ക് വരും, ചില പ്രോബ്ലംസ് വരും. അതില്ലെന്നൊന്നുമില്ല. പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഉണ്ടായ ഒരു കാര്യം, ഞാനൊരു വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നെ കാണാനായിട്ട് അവിടുത്തെ തൊട്ടടുത്തൊരു അമ്മ അവരെ കുഞ്ഞമ്മ എന്ന് പറഞ്ഞൊരു അമ്മ വന്നു കാണാൻ. അപ്പോൾ എന്നെ കാണാൻ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് വിഷമങ്ങളാണ്. പക്ഷേ എനിക്ക് അങ്ങോട്ട് പറയാനായിട്ടൊരു ഇതില്ലാത്തതുകൊണ്ട് അമ്മ ചോദിച്ചു, സംഗീതജി എനിക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി, അമ്മക്ക് 41 ദിവസം വ്രതം എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞ് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു. അമ്മ എപ്പോൾ വ്രതം എടുത്തോ ആ 41ാമത്തെ ദിവസം ഞാനിവിടെ ഉണ്ടാവുമെന്ന് ചുമ്മാ തമാശ കുറഞ്ഞ് ഞങ്ങളങ്ങ് പിരിഞ്ഞു. 41 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവരെപ്പോൾ എടുത്തതെന്ന് എനിക്കറിയില്ല. ഇവരെ കണക്ക് പ്രകാരം 41ാമത്തെ ദിവസം ഞാനവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മക്ക് ഭയങ്കര അതിശയവും സന്തോഷമൊക്കെ ആയി. പ്രോബ്ലം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീട് ജപ്തിയാകാൻ പോവുക. ആ സമയത്താണ് ഞാനവിടെ, ഇതാണ് അവരുടെ പ്രശ്നം. ഒരു നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ്. മകൻ ബിസിനസ് ചെയ്തപ്പോൾ എന്തൊക്കെയോ ബിസിനസ്സിലൊക്കെ പ്രോബ്ലം വന്നു, ചെറിയ തട്ടുകേട് വന്നു. പക്ഷെ അത് മകനെല്ലാം തുറന്നു പറഞ്ഞില്ല. ലാസ്റ്റ് ദിവസം കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച എന്നോട് വിളിച്ച് പറയാം, മകനായിട്ടപ്പോഴേക്കും ഒരു മുരുകനെ ആരാധിച്ചൊക്കെ തുടങ്ങി. അപ്പോഴേക്കും മകൻ എന്നോട് പറഞ്ഞു, ഈ വിഷുവിൻ്റെ പിറ്റേ ദിവസം 16-ാം തീയതി ജപ്തിക്ക് ആൾക്കാർ വരുമെന്നാണ്. അപ്പോൾ പുള്ളി എന്നെ വിളിക്കാൻ വെള്ളിയാഴ്ച കോടതി അവധിയാണ്. കോടതി ഉണ്ട്, പക്ഷേ അന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഉച്ചയായപ്പോഴാണ് വിളിച്ചു പറഞ്ഞു. ഞാൻ അവരെല്ലാവരും വിളിച്ചു വരുത്തി. ശനി ഞായർ അവധി, പിന്നെ തിങ്കളാഴ്ച ഒരു ദിവസമുണ്ട്, പിറ്റേ ദിവസം മുഹറം, പിന്നെ അതിന് ശേഷം വിഷു, പിറ്റേ ദിവസം ജപ്തി. അപ്പം ജപ്തിയുടെ മുമ്പിൽ ഇവരെ വീടെന്ന് വെച്ചാൽ ഭയങ്കര അറിയപ്പെടുന്നൊരു സ്ഥലമാണ്. അമ്മ പറഞ്ഞ ഒറ്റ വാക്കാം, ഞാൻ ഇനി ഇവിടെ നിന്ന് ഇറങ്ങില്ല. ഞാൻ മുരുകനെ 41 ദിവസം കൊണ്ട് വിളിച്ചതാണ്. ഞാൻ മരിക്കുകയാണ് ഇവിടെ കിടന്ന്, ഞാൻ ഇനി വീട്ടിൽ നിന്ന് വരില്ല, ഉറപ്പാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ അങ്ങനെ പറയല്ലേ, സമാധാനപ്പെട്, മുരുകൻ വെറുതെ ഇരിക്കില്ല, അതിന് സൊല്യൂഷൻ ഉണ്ടാവും. ഇന്നും അമ്മക്ക് കണ്ണ് അറിയും. എല്ലാവരും നോക്കിയിരിക്കുക. ഞാൻ പറഞ്ഞു, അമ്മ ധൈര്യമായിട്ടിരുന്നു, ഒരു ജപ്തിക്ക് ആരും ഇവിടെ വരില്ല എന്ന് ഉറപ്പാന്ന് പറഞ്ഞു. ആ ദിവസം ജപ്തി വന്ന ആൾക്കാരൊക്കെ അന്ന് അവരുടെ റിലേറ്റീവ്സൊക്കെ ഭയങ്കര പൊളിറ്റിക്കലി നല്ല ഇൻഫ്ലുവൻഷ്യലാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെയിൻ ആൾക്കാരാണ്. അവർ പറയുന്നതിന് ഞാൻ അവരെ വിളിച്ചു പറയും, ഇവർ ആര് വിളിച്ചുകൊണ്ടും ജപ്തി വന്നു കഴിഞ്ഞാൽ ആരും ഇടപെടത്തില്ല. അത് ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അവർ പറഞ്ഞ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കും അമ്മ
എന്നെ വിളിച്ചുകൊണ്ട് ഓരോ നിമിഷം വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ അമ്മ എന്നെ നോക്കണ്ട അമ്മ, ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ, അമ്മ വിളിച്ച വ്രതത്തിന് മുരുകൻ അത് നടപടി എടുത്തിരിക്കും. അവർ അവിടെ ആ ദിവസമായി കഴിഞ്ഞപ്പോൾ ആ ജപ്തിക്ക് വന്ന ആൾക്കാർക്ക് എന്തോ സുഖമില്ലായ്മ വന്നു, വേറെ ദിവസമൊക്കെ മാറ്റി. വേറെ ദിവസമൊക്കെ മാറ്റിയപ്പോൾ ഞാൻ സടപടം ചെന്നിട്ട് എനിക്ക് എൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അഡ്വക്കേറ്റ് ദണ്ഡപാണി എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു അഡ്വക്കേറ്റ് ഉണ്ട്. അവരെ സുമതി അമ്മേനെ ഭയങ്കര കാര്യമാണ്. അമ്മേനെ ഞാൻ ചെന്ന് പറഞ്ഞു, അമ്മയുടെ അടുക്ക് ഞാൻ അങ്ങനെ ഇങ്ങനെ ഏൽപ്പിക്കല്. ഈ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആളുടെ കേസും ജപ്തി വരുന്ന കേസും അമ്മേനെ കൊണ്ട് ഏൽപ്പിച്ചു. അത് ഭംഗിയായിട്ട് അത് ക്ലിയർ ആക്കി. ഈ പറഞ്ഞ കേസ് 2 കേസാണ് കൊണ്ട് ചെന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ അത് സുമതി അമ്മ വിളിക്കണേ, അത്രയും ഒരു അടുപ്പമുള്ളതുകൊണ്ട് ഇത് ഇങ്ങനൊരു സംഭവമുണ്ട്. അവരെ പ്രശ്നം വെച്ചാൽ ഇൻഷുറൻസ് ഇപ്പോൾ ബിസിനസ് കത്തിപ്പോയി, മറ്റേ ഫാക്ടറിയൊക്കെ ഉണ്ടായിരുന്നു, കത്തിപ്പോയി. ആ കത്തിപ്പോയ ഫാക്ടറി ആ പൈസ കിട്ടിയവരെ പ്രശ്നം തീരും. അതാണ് ഇവരെ ബിസിനസ് തകരാനും കാരണം. അറിയപ്പെടുന്ന ഫാമിലി, അപ്പോൾ വേറൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ആ ഒരു ദിവസം വളരെ ക്രിട്ടിക്കലായിരുന്നു. മുരുകൻ അത് മാറ്റിക്കൊടുത്തുകൊണ്ട് പിന്നെ ഇപ്പോൾ സമിതിയമ്മ നോക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ ആ ഇൻഷുറൻസ് തുക കിട്ടുമ്പോൾ ഇത് അടച്ചോളാം എന്നുള്ള ഒരു ധാരണയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറയണത് ഇതിൻ്റെ കാര്യം എൻ്റെ ബിസിനസ്സിനും ഈ പറഞ്ഞ പോലെ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ എൻ്റെ ഐസ്ക്രീം മാനുഫാക്ചറിങ് തുടങ്ങണ എൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് നമ്മുടെ മാരിയറ്റ് ഹോട്ടലിലാണ്, സോറി ലേ മെറിഡിയൻ ഹോട്ടലിലാണ്, ലേ മെറിഡിയൻ കൊച്ചിയിൽ ഫസ്റ്റ് ഇത് കൊടുക്കണത്. അത് കൊടുത്ത് മുന്നോട്ട് പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു കേസ് വന്നു. അപ്പോൾ കേസ് വന്നപ്പോൾ എന്നെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു കേസായിരുന്നു. കേസ് വന്ന് എനിക്കതിനെക്കുറിച്ച് കേസിനെക്കുറിച്ചും വലിയ പിടുത്തമുണ്ടായിരുന്നു. ഏതായാലും ജില്ലാ കോടതിയിൽ ബേഷായിട്ട് നമ്മൾ തോറ്റു. സ്ഥാകരമ ചങ്ക വസ്തുക്കളൊക്കെ അവർക്ക് ഇത് കൊടുക്കാൻ പറഞ്ഞു വന്നു. പക്ഷെ ആ കേസ് നടക്കുന്ന സമയത്ത് നമ്മുടെ അറിയാമല്ലോ ഇന്നത്തെ കാലഘട്ടങ്ങൾ നമ്മൾ അഡ്വക്കേറ്റിനെ ഏത് രീതിയിലാണോ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മൾ തോറ്റു എന്നുള്ള വളരെ ക്ലിയറാണ്. പിന്നീട് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പിടുത്തമില്ല. കാര്യം വെച്ചാൽ അങ്ങനെ ഇരിക്കുന്ന 41 ദിവസം മുരുകനെ വ്രതം എടുത്തു കഴിഞ്ഞപ്പോഴാണ് 41ാം ദിവസം അഡ്വക്കേറ്റ് ദണ്ഡപാണി അസോസിയേറ്റിനെ പരിചയപ്പെടുന്നത്. പിന്നെ അമ്മയാണ് അവർ ഞാൻ ആ കേസ് വിജയിച്ചു. അപ്പം അന്ന് തൊട്ടുള്ള ഓരോ പ്രശ്നങ്ങളും വരുമ്പോഴും നമ്മൾ എത്ര പ്രശ്നം വന്നോട്ടെ, വളയും ഒടിയില്ല, ഇവിടം വരെ വെള്ളം വന്നോട്ടെ, പക്ഷേ മുങ്ങില്ല, ശ്വാസം മുട്ടി മരിക്കില്ല, ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഇനിയിപ്പോൾ എത്ര വ്യാപി പറഞ്ഞാലോ ഏത് പരീക്ഷയാണെങ്കിൽ ശരി അവൻ്റെ പ്രാർത്ഥന കൃത്യമാണ്, അവൻ്റെ വ്രതം കറക്റ്റാണ്, ഒരു സംശയമില്ല. ഞാൻ ഏറ്റവും വലിയ അതിശയം ഈ അമ്മയുടെ അടുക്ക ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തെ കാണാൻ പറ്റില്ല പക്ഷേ എന്നെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആണ് അമ്മ പറയണത്. ദൈവത്തെ പോലെ കാണുന്ന അത് ആയിരിക്കാം, പക്ഷേ അവരുടെ പ്രാർത്ഥന, അവരുടെ വ്രതം. അപ്പോൾ ചോദിച്ചൊരു ചോദ്യം, എങ്ങനെയാണ് ഈ പറഞ്ഞ ഡിപ്രഷൻ, നെഗറ്റീവ് എനർജി ഇതൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ്. ഇതൊക്കെ അസോസിയേറ്റ് നിൽക്കുന്നത് ആ വീട്ടിലും എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു മൂലഹേതുണ്ട്. ആ പറഞ്ഞ പ്രോബ്ലത്തിനും ഞാൻ അവിടെ വീട്ടിൽ ചെന്ന് നോക്കി അവരോട് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഞാനത് പൂജക്കൊന്നും നിന്നൊന്നുമില്ല, പക്ഷേ പറഞ്ഞു ഇപ്പം താങ്കൾക്ക് ഒരു കാര്യങ്ങളൊക്കെ നടന്നല്ലോ, തീർച്ചയായിട്ടും എനിക്കൊരു ട്രീറ്റ് ചെയ്യില്ലേ, ഉറപ്പല്ലേ? സ്വാഭാവികമായിട്ടും. അതുപോലെ ഞാൻ വീട്ടിൽ അവരോട് പറഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ മുരുകനെ അവിടെ വിളിച്ചു വരുത്തി, ആ വീട്ടിൽ വിളിച്ചു വരുത്തി പഞ്ചാമൃതമൊക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്ത് വിടണം. ഹി വിൽ ലുക്ക് ആഫ്റ്റർ, ഒരു സംശയം വേണ്ട. അങ്ങനെ ഒരു പൂജാരിനെ കൊണ്ട് ഞാൻ എന്താ പറഞ്ഞത് അതുപോലെ ചെയ്തു. ദേ ആർ ഹാപ്പി. അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. പിന്നെ അങ്ങ് കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഈ മുരുകൻ്റെ ഈ ഫോട്ടോ ആണെങ്കിലും ഒരു വേലാണെങ്കിലും അതിന് പിന്നിൽ എന്താണ്? അത് ഞാനും രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പഴനിയിൽ ചെറുപ്രായം തൊട്ടേ പോകുന്നത്. ഞാനിപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ടൂറ് പോണ സമയത്ത് അപ്പോഴും പോലും ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മൾ പഴനിയും കൂടി, കൊടൈക്കനാൽ, മൂന്നാർ, പഴനി ടച്ച് ചെയ്ത് പോകാൻ എന്നിട്ട് പോയുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധം എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പം അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് ഒരുപാട് പറയാനുണ്ട്. പഴനിയിൽ മാത്രമല്ല, ഇപ്പം അവിടെ ശേഷം ഇങ്ങനെ ഓരോരുത്തർ വന്ന ശേഷം നമ്മൾ മുരുകൻ്റെ അവിടുത്തെ ഒരു പൂജ, ഈ ഫോട്ടോ വെച്ച് നമുക്കൊരു പൂജ തുടങ്ങി. അത് വിശേഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഷഷ്ടിയുടെ തലേദിവസം ഞങ്ങളെ ചെല്ലും, എല്ലാവർക്കും ഫുഡ് കൊടുക്കും. അവിടെ വരുന്നവർക്കൊക്കെ ഷഷ്ടിയുടെ ദിവസം ഫുഡ് കൊടുക്കും. അതൊരു വലിയ കഥയാണ്. ഇങ്ങനെ നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അന്ന് കുറച്ച് പേരുണ്ടായിരുന്നു, നമ്മുടെ രഞ്ജിത്ത് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം ഒന്നും അറിയില്ല. അപ്പോൾ ആരോണ്ടോ ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങൾ വെച്ച് പോവാം, 3-4 വെച്ച് പോവാം. പോണ സമയത്ത് ഇവർ ലേറ്റായി.
പിറ്റേ ദിവസം ഫുഡ് കൊടുക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് പോലും അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഫുഡ് കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എന്നോട് പറഞ്ഞേക്കണത് അതൊരു വലിയ ഒരു അതിശയമാണ്. എനിക്ക് കിട്ടിയേക്കണ നിർദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ്, ചോറ്, ജീരകം ഇതിലുണ്ടാവണം, പിന്നെ പച്ചക്കറി വെച്ചിട്ടുള്ള കുളമ്പ്. ഇതാണ് എനിക്ക് കിട്ടിയേക്കണ ഒരു ഉത്തരം. എനിക്ക് ഇതിനെക്കുറിച്ച് പിടുത്തമില്ല എന്താണ് ആദ്യമായിട്ട് ചെല്ലുക. അപ്പോൾ അവിടെയൊക്കെ നേരത്ത് പോണ വഴി പഴനിക്ക് പോണത് നമ്മുടെ അവിടെ പഴനി തന്നെ ഉള്ള ഒരാൾ പരിചയപ്പെട്ടു. അത് നമ്മുടെ മലയാളിയാണ്, അദ്ദേഹം അവിടെ തന്നെ ഫുള്ള് സ്റ്റേ ആണ്. പുള്ളിയാണ് എൻ്റെ കോർഡിനേഷൻ കംപ്ലീറ്റ്. അജയ് എന്ന പുള്ളിയുടെ പേര്. പുള്ളിയാണ് കംപ്ലീറ്റ്. പെട്ടെന്ന് രാത്രി തന്നെ പുള്ളിയോട് പറഞ്ഞ് പുള്ളി ആ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് തന്നു. ഞങ്ങൾക്ക് ഭയങ്കര അതിശയമായി. പിറ്റേ ദിവസം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഫുഡ് റെഡിയാണ്, പൈസ ഞങ്ങൾ കൊടുത്തു. പക്ഷേ ഞങ്ങൾ ഈ ഫുഡ് എല്ലാവർക്കും സർവ് ചെയ്തു. ഈ മന്ന അടിവാരത്ത് ഞങ്ങൾ ഫുഡ് സർവ് ചെയ്തു. നിങ്ങൾ പഴനി പോയ ചെന്നാൽ അറിയാം, പുളിസാദം എന്ന് പറഞ്ഞ സാധനമാണ് എല്ലാ പ്രാവശ്യം പുതിയയിൽ കിട്ടും. പുളിയോഗ്രാം ഞാൻ ഇത് പോയിട്ട് അങ്ങനെ തന്നെ കഴിച്ചിട്ടുള്ളത്. ഞാൻ അന്ന് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മലയിൽ ചെന്ന് കയറുമ്പോൾ ഞങ്ങൾക്ക് രാവിലെ അവിടെ നിന്ന് കിട്ടിയത് ഇതേ സാധനമാണ്. അതായത് പരിപ്പ്, ജീരകം, ചെറിയ കുരുമുളക് ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രസാദം. ഇത് എനിക്ക് ആദ്യമായിട്ട് കിട്ടണേ. ഇത് തന്നെയാണ് അദ്ദേഹം എന്നോട് അടി കൊടുക്കാൻ പറഞ്ഞത്. ആ പ്രത്യേകത എന്നാ. പിന്നെ അതിനുശേഷം ഞങ്ങളെ ഫോളോ ചെയ്ത് വരികയാണ്. ഇവിടുത്തെ മേജറായിട്ടുള്ള ഒരു അമ്മയുണ്ട്, നമ്മളറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ അമ്മ പോലും. ഞാനത് പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പൊളിറ്റിക്കലി ഒരു സമുദായത്തിൻ്റെ നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു സമുദായത്തിൻ്റെ ഒരു അമ്മയുണ്ട്. അമ്മ ഇതുപോലെ കഴിഞ്ഞ ദിവസം എനിക്ക് അന്നദാനത്തിന് കൊടുക്കാൻ പറഞ്ഞ് അവർ തന്നിരുന്നു. നമ്മൾ കൊണ്ടു കൊടുത്തു. കാര്യം ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ്. അത് കൊണ്ട് ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പം ചോദിച്ചില്ലേ, എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഞാൻ കണക്ടിവിറ്റി ആണെന്ന്. അത് ആണ്ടാൻ പറഞ്ഞതൊക്കെ നിർദ്ദേശമാണ്. നമുക്ക് മുരുകൻ്റെ അടുക്ക ചെല്ലുവാണ്, എല്ലാവർക്കും വിളിക്കാം, എല്ലാവർക്കും സംസാരിക്കാം, എല്ലാം ഒക്കെയാണ്. പക്ഷേ എനിക്ക് രാഹുലിൻ്റെ അടുക്ക വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ആക്സസിബിലിറ്റി വേണമല്ലോ. അതെ അല്ലേ, ഏതെങ്കിലും ഒരു ആക്സസിബിലിറ്റി. അപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മൊബൈൽ ഫോണാന്ന് വെച്ചു, ഐഫോണാന്ന് വെച്ചു. ഈ ഐഫോണിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ നെറ്റ്വർക്ക് ആയിട്ടുള്ള വോഡാഫോൺ ഇപ്പോൾ ഇവിടെ ചെന്നാലും ദുബായി ചെന്നാലും ഇറ്റലി ചെന്നാലൊക്കെ കിട്ടുമല്ലോ. ഇതൊരു ലോകം പ്രപഞ്ചത്തിൽ നിറഞ്ഞേക്കുന്ന ശക്തിയാണ്. ഈ ശക്തിക്ക് നമുക്ക് കണക്ടിവിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ചിപ്പ് വേണം. അതിൻ്റെ പേരാണ് സിം കാർഡ്. ഞാൻ പല സ്ഥലത്തും ഈ സിം കാർഡായിട്ട് മാറിയിട്ടുണ്ട്. അത് ആദ്യമൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ ഞാനിപ്പോൾ എന്നെ പറയാൻ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ പേര് ചില ഗുരുസ്ഥാനം എന്നൊക്കെ പറയാം. ആ കണക്ടിവിറ്റി ഈസി ആവാൻ വേണ്ടി, എളുപ്പമാവാൻ വേണ്ടി ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കണക്ടിവിറ്റിയാണ്. അത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ, പഴനിയിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകും. അപ്പോൾ ചില നേരത്ത് ആരോൺ എന്ന് പറഞ്ഞൊരു വ്യക്തി നമ്മുടെ ഒരു വിഷമത്തിൽ നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ പുള്ളി എനിക്കൊരു ഗുരുവിനെ വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങളെല്ലാം ചെന്ന് നിൽക്കണം. പുള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് പുള്ളി എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ ടെക്സ്റ്റ് മോണിലൊക്കെ പുള്ളിയുടെ വായിന്ന് തന്നെ കേൾക്കണം, എന്നാലും നിങ്ങൾ വിശ്വസിക്കണം. പുള്ളിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മുരുകനെ ഇങ്ങനെ ആരാധിച്ചു വരികയാണ്. ആരാധിച്ചു വരുന്ന സമയത്ത് പുള്ളി എൻ്റെ ഇടയ്ക്ക് പുറകിലേക്ക് നോക്കുന്നു, പിന്നെ മുന്നോട്ട് നോക്കുന്നു. അതിനുശേഷം പുറത്തൊക്കെ ഇറങ്ങിയിട്ട് പുള്ളി എന്നോട് പറയാം, അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മുരുകൻ്റെ ഫേസിൽ എൻ്റെ ഫേസ് കണ്ടു എന്നാണ് അദ്ദേഹം പറയണേ. ഇത് ആരോൺ എന്ന് പറഞ്ഞ ചേർത്തലയിലുള്ള ലാവൻഡർ എന്ന് പറഞ്ഞ കടയുടെ ഉടമ പറഞ്ഞൊരു വാക്കാണ്. ഇത്രയും സ്പഷ്ടമായിട്ട് പറഞ്ഞു വെച്ചാൽ, അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും അത്രയും ഒരു രീതിയിലൊക്കെ കാണണ്ട ആരോൺ എന്ന് പറഞ്ഞു. പക്ഷേ പലപ്പോഴായിട്ട് പല ആൾക്കാർക്കും നമുക്ക് ഗുരുസ്ഥാനത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ അദ്ദേഹം എന്നെ മാറ്റി എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ പെർഫെക്റ്റായി വന്ന ശേഷമാണ് ഈ പറഞ്ഞ പറയുന്ന ആൾക്കാരെല്ലാവരും കൂടി വന്നപ്പോൾ മുരുകൻ്റെ ഫോട്ടോ അവിടെ വെച്ച് നമ്മൾ വെറ്റിലയും ഇതൊക്കെ വെച്ചിട്ട് ആരാധന തുടങ്ങി. എന്ന് വെച്ചാൽ ഈ ഫോട്ടോ വെച്ച് നമ്മളെല്ലാവരും പൂവൊക്കെ വിതരണം ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അവിടെ വെറ്റില വെച്ച് അതിൻ്റെ ഉള്ളിൽ ചൊവ്വാഴ്ച വെറ്റില വെക്കാൻ മുരുകന് ഭയങ്കര ഒരു ഫേമസ് ആയ ഒരു പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലതാണ്. 6 വെറ്റില വെക്കുക, അതിൻ്റെ ഇടയിൽ നെയ്യ് വിളക്ക് വെച്ചിട്ട് ചിരാത് വെച്ചിട്ട് കത്തിച്ച് വെക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. നമ്മൾ പഞ്ചാമൃതമൊക്കെ ഉണ്ടാക്കി മുരുകനെ നല്ല രീതിയിൽ അലങ്കരിച്ച് പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് നമ്മൾ അവിടെ പഴനിയിൽ നമ്മൾ കുറേ പേര് അവരവർ തന്നെ ഓരോ വെറ്റില വെച്ചിട്ട് 6 വെറ്റില വെച്ചിട്ട് മുരുകൻ്റെ നമുക്ക് ആ എടുക്കുന്ന ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞാൽ മുരുകനെ ഹിഡുമൻ മലയും കാണാൻ പറ്റും. അതിൻ്റെ ടെറസിൽ വെച്ച് നമ്മൾ ചെയ്യണം. അതൊരു അനുഭവമാണ്, അനുഭൂതിയാണ്.
അപ്പോൾ ആ ഒരു 6 ഷഷ്ടി കറക്റ്റായിട്ട് നമ്മളവിടെ വന്ന് ചെയ്യണവർക്കൊക്കെ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മുരുകൻ്റെ ഫോട്ടോ അവിടെ നിന്ന് ആരാധിച്ചിരുന്ന ഫോട്ടോ. അപ്പം നമ്മളിപ്പോൾ മുരുകൻ്റെ കാര്യമാണല്ലോ സംസാരിക്കണം, അപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ടാവണമല്ലോ, അതുകൊണ്ട് ആ ഫോട്ടോ വെച്ചതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കാശ്മീർ എന്നുള്ളൊരു വിജ്വൽ എന്ന് പറഞ്ഞൊരു ആളുടെ കാര്യം പറഞ്ഞു, അതൊന്ന് പറയാമോ? അപ്പോൾ ഈ പോണ ഷഷ്ടിക്ക് പോകുമെന്ന് പറഞ്ഞല്ലോ, ഷഷ്ടിക്ക് ഗിരിവലമൊക്കെ വെച്ച് നമ്മൾ റൂമിൽ വന്ന് കിടക്കണ സമയം അന്ന് പെട്ടെന്ന് എനിക്കെന്തോ പെട്ടെന്ന് റൂമിലേക്ക് വരാനായിട്ട് തോന്നി. നേരത്തെ വരാം. അപ്പോൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ മുരുകൻ്റെ ഫോട്ടോയും കാണാം, നേരെ ഇടുമ്പൻമലയും കാണാം. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് 2 ദിവസം മുമ്പ് എന്നോട് ഒരു ആൾ വിളിച്ചിരുന്ന ഒരു പുള്ളി സോൾജറാണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകൻ ഇങ്ങനെ ക്രിട്ടിക്കലായിട്ട് വെൻറ്റിലേറ്ററിൽ കിടക്കുകയാണ്, താങ്കളൊന്ന് വരുമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ആര് പറഞ്ഞിട്ടാന്ന് വെച്ചു. അപ്പോൾ കണ്ണൂരുള്ള ഒരു അർജുൻ പ്രിയങ്ക എന്നൊക്കെ പറഞ്ഞൊരു ദമ്പതികളുടെ മകൻ ഇതുപോലൊരു വിഷയം വന്നിട്ട് ചെറിയ അവർക്ക് സന്തോഷം, അവർക്ക് അനുഭവം ഉണ്ടായിട്ട് അവർ പറഞ്ഞു കൊടുത്താന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്നും ഇങ്ങനെ പബ്ലിസിറ്റി അങ്ങനെ ഒരു കാര്യത്തിനൊന്നും താല്പര്യമില്ല, പോകാനും എനിക്ക് വെച്ചാൽ നമ്മൾ അത്ര ഒരു കപ്പാസിറ്റി അങ്ങനെ ചെയ്യാൻ നമുക്ക് തന്നെ ഒരു ഉൾവലിയലുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാനങ്ങനെ പോകാറില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമില്ലാണ്ട് പോകാറുമില്ല. ഇത് പറഞ്ഞിരിക്കുമ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, അന്ന് ഷഷ്ടിയുടെ ദിവസമാണ്, തലേ ദിവസം രാത്രി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രാത്രി ഒരു 11 ആ ടൈമിൽ ആ നേരത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മകൻ മരിച്ചു, കാർഡിയക് അറസ്റ്റാണ്, എനിക്ക് വേണ്ടി ഇപ്പം സാറ് പ്രാർത്ഥിച്ച ചെയ്യാൻ പറ്റുന്ന, എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കുന്നു. ഞാൻ ആണ്ടവനെ വിളിച്ചിട്ട് പറഞ്ഞു, ആണ്ടവൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നതല്ല, എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിസ്സഹായം, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെറും ടൂളാണ്, അങ്ങയുടെ കാരുണ്യം എന്താ വെച്ചാൽ ഇതിനുള്ളിൽ പ്രവർത്തിക്കാനുള്ള സന്മനസ്സ് തോന്നണമെന്നുള്ളത് മാത്രം പ്രാർത്ഥിച്ചു ഞാൻ വെച്ചു. എൻ്റെ മനസ്സും പിടയ്ക്കാൻ തുടങ്ങി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ട് പോയില്ലല്ലോ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു താങ്ക് യു സാർ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ, കുട്ടി ജീവൻ തിരിച്ചു കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലതാണ്ടവനൊരു പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് വെച്ച്. അവർ പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു ഷഷ്ടിയാണെന്ന്, സാറൊന്ന് ഇവിടം വരെ മന്നം. ഞാൻ പറഞ്ഞു ഒഴിവാക്കി നോക്കി. അപ്പോൾ അവർ ഓൾറെഡി വെളുപ്പിന് പാസ്പോർട്ട് മറ്റേ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വെച്ചു നമ്മുടെ കയ്യിൽ അയച്ചു തന്നിട്ടുണ്ട്. ഞാനപ്പോൾ പിന്നെ ഒഴിയാൻ പറ്റില്ല. അങ്ങനെ സെപ്റ്റംബറിൽ അവിടെ 27-ാം തീയതി ടിക്കറ്റ് എടുത്ത് ഡൽഹി കാശ്മീർ പോവുക. ഈ പോണ പോക്ക് മൊത്തം അനുഭവങ്ങളാണ്. അവിടെ നിന്നാണ് എനിക്ക് ഇങ്ങനൊരു ഇൻ്റർവ്യൂവിൽ വരാൻ തന്നെ തോന്നിയത്. ഏതാണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് മറ്റൊരു ദിവസം ഇരിക്കാം. ഒരുപാട് സന്തോഷം. നമസ്തേ.